CPM നേതാവ് ജി സുധാകരൻ SFIയെ കുറിച്ചൊരു കവിത എഴുതിയിട്ടുണ്ട്. അസുരന്മാരാണ് SFIക്കാരെന്നൊക്കെ പറഞ്ഞു. എന്താണത്? അസുരന്മാർ മാത്രമല്ല, കാലക്കേടിൻ്റെ ദുർഭൂതങ്ങൾ എന്നൊക്കെയാണ് സുധാകരൻ പറയുന്നത്. സുധാകരൻ CPMൻ്റെ സംസ്ഥാനത്തെ ഏറ്റവും സമുന്നതനായ നേതാവായിരുന്നു. ആദ്യ പിണറായി മന്ത്രിസഭയിലെ ഏറ്റവും നല്ല മന്ത്രിയായിരുന്നു. കേരളത്തിൽ പരക്കെ വലിയ സാമൂഹിക അംഗീകാരം കിട്ടിയ, അഴിമതിയൊന്നും നടത്തിയിട്ടില്ലാത്ത ഒരു മന്ത്രിയായിരുന്നു. അപ്പോൾ മാത്രമല്ല, അദ്ദേഹം SFIയിലൂടെ വളർന്നു വന്ന ആളാണ്. അദ്ദേഹത്തിൻ്റെ ഒരു സഹോദരൻ ഭുവനചന്ദ്രൻ SFIയുടെ രക്തസാക്ഷിയാണ്. അതായത് ഭുവനചന്ദ്രനെ അദ്ദേഹം പഠിച്ചിരുന്ന കോളേജിൻ്റെ 2ാം നിലയിൽ നിന്നോ മറ്റോ AFCക്കാർ വലിച്ചെറിഞ്ഞോ മറ്റോ കൊലപ്പെടുത്തിയതാണ്. അപ്പോൾ രക്തസാക്ഷി കുടുംബത്തിലെ അംഗമാണ് സുധാകരൻ. ആ സുധാകരനാണ് SFIക്കാരെ അസുരവീരന്മാരെ, കാലക്കേടിൻ്റെ ദുർഭൂതങ്ങളെ എന്ന് വിളിച്ചൊരു കവിത എഴുതിയിരിക്കുന്നത്. ആ കവിതയുടെ പേര് തന്നെ രസമാണ്. യുവതയിലെ കുന്തവും കൊടച്ചക്രവും. കുന്തം കൊടച്ചക്രം എന്നുള്ളത് നമ്മുടെ നാട്ടിലൊരു പ്രയോഗമാണ്. പക്ഷേ അതിനിപ്പോൾ വലിയൊരു പ്രചാരം കിട്ടിയത് മന്ത്രി സജി ചെറിയാൻ ഇന്ത്യൻ ഭരണഘടന കുന്തം കൊടച്ചക്രം ഒക്കെയാണെന്ന് പറഞ്ഞതുകൂടിയാണ്. അത് വലിയ മന്ത്രിസ്ഥാനം വരെ പോയല്ലോ. എന്നിട്ട് ഹൈക്കോടതിയിൽ കേസുമൊക്കെ വന്നു. കേസിൽ ഇപ്പോൾ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നു. ഏതായാലും കുന്തവും കൊടച്ചക്രവും എന്ന് ഈ കവിതയ്ക്ക് പേരിട്ടപ്പോൾ ഈ കവിതയിലൂടെ സുധാകരൻ കുത്തുന്നത് സജി ചെറിയാനെ കൂടിയാണ്. അപ്പോൾ അദ്ദേഹം പറയുകയാണ്, ഈ കവിതയിൽ ഇങ്ങനെയാണ് പറയുന്നത്: ഞാൻ നടന്നു പഠിച്ച വിപ്ലവ കലാസ്ഥാപനം കുറ്റക്കാരാൽ നിറയാൻ തുടങ്ങവേ. ഞാൻ നടന്നു പഠിച്ച വിപ്ലവ കലാസ്ഥാപനം എന്ന് ഇദ്ദേഹം പറയുന്നത് SFI ആണ്. SFI കലാസ്ഥാപനമാണെന്ന്. SFIയുടെ കല നമുക്കറിയാമല്ല, കലയല്ല, കൊലയാണ്. ഏതായാലും അദ്ദേഹം കലാസ്ഥാപനം എന്ന് പറഞ്ഞിട്ട് ആ സ്ഥാപനം കുറ്റക്കാരാൽ നിറയാൻ തുടങ്ങവേ. ആ SFI ഇന്ന് മുഴുവൻ കുറ്റക്കാരെ കൊണ്ട് നിറഞ്ഞു തുടങ്ങിയിരിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ നോക്കൂ, ഈ കവിത വരുന്നത് CPMൻ്റെ സംസ്ഥാന സമ്മേളനം കൊല്ലത്ത് കൊടിയേറുമ്പോഴാണ് ഈ കവിത പുറത്തു വരുന്നത്. CPMൻ്റെ ഏറ്റവും സമുന്നതനായ നേതാവ്, പരക്കെ അംഗീകാരമുള്ള നേതാവ്, കേരളത്തിലെ ജനങ്ങൾക്ക് ഏതാണ്ട് ഇഷ്ടമുള്ളൊരു നേതാവൊക്കെ ആയിരുന്നു സുധാകരനെ ഈ സമ്മേളനത്തിൻ്റെ 7 അയലത്ത് പോലും അടുപ്പിച്ചിട്ടില്ല. അങ്ങനെ ഇരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ കവിത വന്ന് CPM സംസ്ഥാന സമ്മേളനത്തിൽ. ഇപ്പോൾ ചെറുപ്പക്കാർക്ക് ഒരുപാട് പ്രാതിനിധ്യമുണ്ട്. SFIയിലൂടെ വന്നവരാണ്. ഞാനൊക്കെ ആലോചിക്കുന്നത്, SFI എന്നൊക്കെ പറഞ്ഞാൽ കേരളത്തിലെ ജനങ്ങൾക്ക് ഒരു വാത്സല്യവും സ്നേഹവും ഒക്കെ ഉണ്ടായിരുന്നു ഒരു കാലം ഉണ്ടായിരുന്നു, ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ്. പിന്നീട് SFI എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഭയമാണ്, വെറുപ്പാണ്, അറപ്പാണ് എന്ന തരത്തിലേക്ക് മാറി. SFIയുടെ സംസ്ഥാന നേതാവായിരുന്ന ഒരു ആർഷോ എന്ന് പറഞ്ഞൊരു മഹാപ്രതിഭയുണ്ടല്ലോ. എഴുതാത്ത പരീക്ഷ പാസ്സാവുന്ന ആൾ, ഏറ്റവും മ്ലേച്ഛമായ ഭാഷ ഉപയോഗിക്കുന്ന ആൾ, 10-12 കേസുകളിൽ പ്രതി, പല കേസുകളിലും വാറണ്ട് ഉണ്ടായിട്ടും സംസ്ഥാന പോലീസ് കാണാത്ത ഭാവത്തിൽ നടിക്കുന്ന നേതാവ്. അങ്ങനെ അധികാരത്തിൻ്റെ ദുർവാസനകളെല്ലാം കൊണ്ടു നടക്കുന്ന ഒരു നേതാവാണ് ആർഷോ. ആർഷോയെ പോലെയുള്ള ആളുകളിലാണ് SFI ഇന്ന് നയിക്കുന്നത്. പണ്ട് സുരേഷ് കുറുപ്പും പിണറായി വിജയൻ പോലും, അല്ലെങ്കിൽ തോമസ് ഐസക്കും MA ബേബിയും, ഇവരൊക്കെ SFIയിലൂടെയൊക്കെ വന്നവരാണ് അല്ലേ. വൈക്കം വിശ്വനും പിണറായി വിജയനും കൂടെ ആയിരുന്നു ആദ്യത്തെ KSFൻ്റെ, SFIയുടെ പൂർവ്വഗാമി എന്ന് പറയുന്ന കേരള സ്റ്റുഡൻസ് ഫെഡറേഷൻ എന്ന് പറയുന്ന സംഘടനയാണ്. അതാണ് പിന്നീട് SFI, സ്റ്റുഡൻസ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ ആയിട്ട് മാറിയത്. അങ്ങനെയൊക്കെ അവരുടെയൊക്കെ കാലത്തുണ്ടായിരുന്ന ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനം എന്നതിലേക്ക് മാറിയിട്ട് ഇത് തനി ഗുണ്ടാ സംഘമായി മാറിയിരിക്കും. നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ SFIയെ കുറിച്ച് കൊടുക്കും. തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജ് എന്ന് പറയുന്ന കുപ്രസിദ്ധമായ ഗുണ്ട അധോലോക കേന്ദ്രം. അവിടെ എന്താ ചെയ്യുന്നത്? അവിടെ ആളുകളെ കുത്തുന്നു, ഉപദ്രവിക്കുന്നു. അവിടുത്തെ വിദ്യാർത്ഥികൾ, അവിടെ പഠിച്ച SFI നേതാക്കന്മാർക്ക് കേരള പോലീസിലെ പരീക്ഷയ്ക്ക് മാനിപ്പുലേഷൻ നടത്തുന്നു. അങ്ങനെ SFIയുമായി ബന്ധപ്പെട്ട് ഇന്ന് കേൾക്കുന്ന വാർത്തകൾ മുഴുവൻ അശ്ലീലമാണ്, അക്രമമാണ്, നമുക്കൊരിക്കലും അംഗീകരിക്കാൻ കഴിയാത്തതാണ്. എന്നിട്ടും പറയും, പക്ഷേ കേരളത്തിലെ ക്യാമ്പസുകളിൽ മുഴുവൻ SFI ആണല്ലോ ജയിക്കുന്നതെന്ന് പറഞ്ഞാൽ, ആണപ്പ SFI ആണ് ജയിക്കുന്നത്. കാരണം പേടിച്ചിട്ടാണ്. ഇവന്മാരെ കൊണ്ട് പൊറുതി മുട്ടി ജനങ്ങൾ വിദ്യാർത്ഥികൾ സഹിക്കുകയാണ്. നമ്മുടെ വയനാട്ടിലെ സിദ്ധാർത്ഥൻ അല്ലേ, പൂക്കോട് വെറ്റിനറി കോളേജിലെ വിദ്യാർത്ഥിയായിരുന്ന സിദ്ധാർത്ഥനെ കൊലപ്പെടുത്തിയത് SFIയുടെ നേതാക്കന്മാരാ. കോട്ടയത്തെ സംഭവമില്ലേ, കോട്ടയത്താരാ? SFIക്കാർ തന്നെയാണ്. അവിടെ നഴ്സസ് സ്റ്റുഡൻസ് യൂണിയൻ എന്ന് പറയുന്ന ഒരു സംഘടന ഉള്ളതുകൊണ്ട് SFI ഇല്ല. SFI തന്നെയാണ് അവിടെ മാരീജ വേഷത്തിൽ നഴ്സസ് സ്റ്റുഡൻസ് യൂണിയനായിട്ട് പ്രവർത്തിക്കുന്നത്. ഇവന്മാരെല്ലാം SFIയുടെ പരിപാടിക്ക് പങ്കെടുക്കുന്നവരാണ്. എന്നിട്ട് SFI പറയുന്നത് ഞങ്ങളവിടെ ഇല്ല, SFI അല്ല എന്ന് പറയുന്നു. ഇങ്ങനെയുള്ള കേരളത്തിലെമ്പാടും അശാന്തിയുടെ, അക്രമത്തിൻ്റെ, അനീതിയുടെ, അധാർമികതയുടെ, അവിശുദ്ധിയുടെ സന്ദേശവാഹകരായിട്ട് മാറിയിരിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് SFI. അങ്ങനെ ആയിരുന്നില്ല SFI എന്നുള്ളത് ശരിയാണ്. പക്ഷേ SFI എന്ന് പറഞ്ഞാൽ കേരളത്തിൽ ഏറ്റവും വെറുക്കപ്പെടുന്ന ഒരു സംഘടന ഏതാണെന്ന് ചോദിച്ചാൽ നിസ്സംശയം പറയാം SFI ആണ്. കാരണം SFIക്കൊരു വിശുദ്ധമായ ഒരു പാരമ്പര്യമുണ്ടായിരുന്നു. CP ജോണും സുരേഷ് കുറുപ്പും ഒക്കെ നയിച്ചിരുന്ന SFI അല്ലേ. അന്ന് SFIക്ക് ഒരു
ഒരു ഒരു SFIയുടെ ഒരു മമത ആളുകൾക്കുണ്ട്. കാരണം SFIക്കാർ ഒരുപാട് പേര് കൊല്ലപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഇന്ന് SFI അങ്ങനെയല്ല. SFIക്കാരെ ആരെങ്കിലും രണ്ടെണ്ണം കൊടുത്താൽ നന്നായിരിക്കുമെന്ന് ജനം കരുതുന്ന തരത്തിലേക്ക് ഇവരുടെ ധാർഷ്ട്യം മാറിയിട്ടുണ്ട്. നിങ്ങൾ മഹാരാജാസ് കോളേജിലോ അല്ലെങ്കിൽ തിരുവനന്തപുരത്തെ യൂണിവേഴ്സിറ്റി കോളേജിലൊക്കെ ഇവരുടെ ഒരു ഗുണ്ടായിസം കാണണം. സ്വന്തം കലാശാലകളെ പാർട്ടി ആഫീസുകളായിട്ട് മാറ്റുക. മഹാരാജാസിൻ്റെ വാക്ക് എഴുതി വെച്ചിരിക്കുന്നത് ചുവപ്പ് കോട്ടയിലേക്ക് സ്വാഗതം. ഒരു കേരളത്തിലെ ഒരു മഹത്തായ വിദ്യാഭ്യാസ സ്ഥാപനത്തിൻ്റെ ബോർഡ് പോലും അതിൻ്റെ പേര് പോലും മറച്ചു വെച്ചിട്ട് ചുവപ്പ് കോട്ടയിലേക്ക് ചെങ്കോട്ടയിലേക്ക് സ്വാഗതം എന്നൊക്കെ പറയുന്നവർ. തൃശ്ശൂർ കേരളവർമ്മ കോളേജിലേക്ക് ചെല്ലു, അവിടെ പരസ്യമായി ലൈംഗിക വൃത്തി ചെയ്യാൻ ഞങ്ങൾക്ക് സ്വാതന്ത്ര്യം വേണമെന്ന് പറയുന്നവർ, സരസ്വതി ദേവിയുടെയൊക്കെ നഗ്നചിത്രം വരയ്ക്കുന്നവർ, ഇവർ സദാചാരം പടിക്ക് പുറത്തെന്ന് പറയുന്നവർ. കാരണം SFI പ്രവർത്തിച്ചാൽ ഗുൽമോഹറിൻ്റെ കീഴിലിരുന്ന് വേറെ പരിപാടിയൊക്കെ ചെയ്യാം. അതുകൊണ്ടാണ് സദാചാരം പടിക്ക് പുറത്തെന്ന് പറയുന്നത്. അങ്ങനെ SFI എന്ന് പറയുന്നത് കേരളത്തിലെ ഏറ്റവും കൂടുതൽ സാംസ്കാരിക ച്യുതി വന്നിട്ടുള്ള ഒരു പ്രസ്ഥാനമായി മാറിയിട്ടുണ്ട്. അതുകൊണ്ടാണ് സുധാകരനെ പോലെയുള്ള മുൻകാല വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ നേതാക്കന്മാർക്കും വീട്ടിൽ രക്തസാക്ഷി ഉള്ളവർക്ക് പോലും SFIക്കെതിരെ ഇങ്ങനെ എഴുതേണ്ടി വന്നിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ കവിതയിൽ പറയുന്നത് ഇങ്ങനെയൊക്കെയാണ്: ഞാൻ നടന്നു പഠിച്ച വിപ്ലവ കലാസ്ഥാപനം കുറ്റക്കാരാൽ നിറയാൻ തുടങ്ങവേ എന്നൊക്കെ പറഞ്ഞിട്ട് രക്തസാക്ഷികളുടെ ചോര പടർന്ന കൊടിയേന്താൻ വന്നവരിൽ കന്മഷം കലർന്നവരുണ്ടെന്നും രക്തസാക്ഷി കുടുംബങ്ങളെപ്പോലും കല്ലെറിയുന്നവരുണ്ടെന്നും കവിതയിലുണ്ട്. അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. രക്തസാക്ഷി കുടുംബങ്ങളെപ്പോലും കല്ലെറിയുന്നവരുണ്ടെന്ന് പറഞ്ഞാൽ സുധാകരൻ്റെ കുടുംബത്തെ കല്ലെറിഞ്ഞതുകൊണ്ടാണ്. കാരണം SFIയുടെ ആലപ്പുഴയിലെ ജില്ലാ ജോയിൻറ്റ് സെക്രട്ടറിയോ ജില്ലാ SFI കേന്ദ്ര കമ്മിറ്റി അംഗം അക്ഷയ് സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. തനിക്ക് ശേഷം ആരും വേണ്ട. കാരണം ആലപ്പുഴയിൽ നിന്ന് SFIയുടെ നേതൃത്വത്തിൽ വന്ന ആളാണ് സുധാകരൻ. ഇപ്പോൾ ആലപ്പുഴയിൽ നിന്ന് തന്നെ SFIയുടെ സംസ്ഥാന പ്രസിഡന്റായി ആലപ്പുഴയിൽ നിന്ന് M ശിവപ്രസാദ് തിരഞ്ഞെടുക്കപ്പെട്ടു. M ശിവപ്രസാദിനെ ആലപ്പുഴയിൽ സുധാകരന് ശേഷം ആദ്യമായിട്ടാണ് ഒരാൾ ആലപ്പുഴയിൽ നിന്ന് SFI പ്രസിഡന്റ് ആവുന്നത്. അങ്ങനെ വന്ന ഉടനെ അവിടെ തന്നെയുള്ള കേന്ദ്ര കമ്മിറ്റിയുമായ അക്ഷയ് സുധാകരനെ ഉന്നം വെച്ച് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ പോസ്റ്റ് ഇട്ടു. തനിക്ക് ശേഷം ആരും വേണ്ട എന്ന മർക്കടമുഷ്ടി ചുരുട്ടിയ നേതാവിന് സമർപ്പിക്കുന്നു. അതായത് ആലപ്പുഴയിൽ നിന്ന് എനിക്ക് ശേഷം ആരും വേണ്ട എന്ന മർക്കടമുഷ്ടി എന്ന കുരങ്ങൻ്റെ മുഷ്ടിയാണ്. കുരങ്ങ് ഇങ്ങനെ ചുരുട്ടിപ്പിടിച്ചാൽ പിന്നത് ദൈവം തമ്പുരാൻ വിചാരിച്ചാലും തുറക്കാൻ പറ്റില്ല എന്ന് പറയുന്നത് പോലെ ഉള്ള അങ്ങനെയുള്ള നേതാവിന് സമർപ്പിക്കുന്നു പറഞ്ഞ് SFIയിലെ ഇന്ന് വിദ്യാർത്ഥി പ്രസ്ഥാനം തുടങ്ങി മഞ്ഞപ്പ് മാറാത്ത ചെക്കൻ സുധാകരനെ പോലെ വലിയ പാരമ്പര്യമുള്ള ഒരു നേതാവിനെ പരസ്യമായി അപമാനിച്ചു. എന്നിട്ട് പാർട്ടി SFI അതിൽ ഖേദം പ്രകടിപ്പിക്കുകയോ തിരുത്തിക്കുകയോ ചെയ്തില്ല. അതുകൊണ്ടാണ് ഭുവനചന്ദ്രൻ്റെ സഹോദരനായ സുധാകരൻ പറഞ്ഞിരിക്കുന്നത് രക്തസാക്ഷി കുടുംബങ്ങളെ കല്ലെറിയുന്നവരും ഇന്ന് SFIയിൽ ഉണ്ടെന്ന് പറയുന്നത്. അങ്ങനെ എനിക്ക് തോന്നുന്നു ഈ CPM സമ്മേളനം നടക്കുന്ന സമയത്ത് ഇപ്പം പ്രതിനിധികളിൽ നല്ല ശതമാനം ചെറുപ്പക്കാരാണ് SFIയിലൂടെ വന്നവരായിരിക്കാം. അപ്പോൾ അതുകൊണ്ട് ഇവരൊക്കെ ഒന്ന് ആലോചിക്കണം. ഈ SFI എന്ന് പറയുന്ന ഈ സംഘം ഒരു കിരാത സംഘമായി മാറിയിട്ടുണ്ട്. കേരളത്തിലെ ഏത് ക്യാമ്പസിലും ഗുണ്ടായിസം നടത്തുന്നത്, വിദ്യാർത്ഥികളെ ആക്രമിക്കുന്നത്, അവരെ ഉപദ്രവിക്കുന്നത്, ഇതിൽ സഹോദര സംഘടനകളെപ്പോലും പ്രവർത്തിക്കാൻ സമ്മതിക്കത്തില്ല. AISFകാർക്ക് പരാതിയില്ലേ? AISFിൻ്റെ കോട്ടയത്തെ നേതാവിനോടാണ് ആർഷോ മഹാത്മാഗാന്ധി സർവകലാശാലയിൽ വെച്ച് ജാതി പറഞ്ഞു. ആ പെൺകുട്ടി ദളിത് വിഭാഗത്തിൽപ്പെട്ടതാണ്. ജാതി പറഞ്ഞ് ആക്ഷേപിച്ചു, നിനക്ക് തന്തയില്ലാത്ത കൊച്ചിനെ ഉണ്ടാക്കി തരുമെന്ന് പറഞ്ഞു. SFIക്കാരുടെ പരിപാടി ഇതാണ്, തന്തയില്ലാത്ത കൊച്ചിനെ ഉണ്ടാക്കി കൊടുക്കൽ. ഇതാണ് ഇവർ ചെയ്യുന്നത്. കേരളത്തിലെ ഏത് മഹാരാജാസിലേക്ക് ഒന്ന് ചെന്ന് നോക്കണം എന്താണ് നടക്കുന്നത്. സദാചാരം എന്ന് പറയുന്നത് വേണ്ട. കാരണം SFI പ്രവർത്തിക്കുമ്പോൾ രണ്ട് ഗുണമുണ്ട്. ഒന്ന്, എന്ത് ചെയ്താലും സംരക്ഷണം കിട്ടും, എന്ത് പൊക്കൃത്തരവും ചെയ്യാം. പിന്നെ ഈ സദാചാരം വേണ്ടാത്തതുകൊണ്ട് ആണുങ്ങളും പെണ്ണുങ്ങളും തമ്മിൽ എന്ത് പരിപാടി കോളേജുകളിൽ നടക്കും എന്ന തരത്തിലേക്ക് മാറ്റി. പണ്ടൊക്കെ ഞങ്ങളൊക്കെ പഠിക്കുന്ന സമയത്ത് കോളേജുകളൊക്കെ ഇത്തരം അനാശാസ്യമായ കാര്യങ്ങൾ ആൺകുട്ടികളും പെൺകുട്ടികളും മോശം രീതിയിൽ ഇടപെടുകയൊക്കെ ചെയ്ത SFIക്കാർ ഇടപെടും. അതൊന്നും പറ്റൂല എന്ന് പറയും. എനിക്കനുഭവമുണ്ട്. ഞാൻ പലതിലും നേരിട്ട് കണ്ടിട്ടുണ്ട്, പങ്കാളിയായിട്ടുണ്ട്. കാരണം SFIക്കാരെ കണ്ട പേടിയായിരുന്നു. SFIക്കാർ വരുമ്പോൾ അവിടെ ക്യാമ്പസിലിരിക്കുന്ന കുട്ടികളൊക്കെ ഒരു ബഹുമാനത്തോടെ നിൽക്കുമായിരുന്നു. ഇപ്പോൾ വേണ്ട. SFIക്കാർ അവർ ഈ അനാശാസ്യ പ്രവണതയുള്ള വിദ്യാർത്ഥികൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും പങ്കുപറ്റുന്ന ആളുകളായി ക്യാമ്പസിലെ SFI നേതാക്കന്മാർ മാറിയിരിക്കുന്നു. ഒരുപക്ഷെ SFIക്കാരെ ഒന്ന് തിരുത്താൻ കൂടിയായിരിക്കും. കാരണം SFIക്കാർക്ക് ഇപ്പോൾ നമ്മൾ SFI ഇങ്ങനെ കുറ്റം മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുകയാണെന്ന് SFIക്കാർക്ക് തോന്നിയിട്ട് ചോര തലയ്ക്കൊന്നും വേണ്ട. കുറ്റം പറയേണ്ടടുത്ത് കുറ്റം പറയണം. കുറ്റം പറയുന്നത് കേൾക്കുമ്പോൾ നിങ്ങൾക്കൊരു പാരമ്പര്യം ഉണ്ടായിരുന്നു, നിങ്ങളെക്കുറിച്ച് നല്ലത് പറയുന്നൊരു കാര്യം ഉണ്ടായിരുന്നു. അതാണ് ഞാൻ പറഞ്ഞത്. സുരേഷ് കുറുപ്പിനെ പോലെയുള്ള ആളുകൾ SFIയുടെ നേതൃത്വത്തിൽ ഉണ്ടായിരുന്നപ്പോൾ എന്ത് വലിയ റെസ്പെക്റ്റ് ആയിരുന്നു. ഞാൻ ഇപ്പോഴും ആലോചിക്കുകയാണെ, സുരേഷ് കുറുപ്പ് ആദ്യമായിട്ട് മത്സരിക്കുമ്പോൾ ഞാൻ വളരെ ചെറുപ്പം മുതലേ എൻ്റെ വീട്ടിൽ കലാകൗമുദി വരുന്നത്, കലാകൗമുദിയും കേരള ശബ്ദവും വരുന്നുണ്ട്. സ്കൂളിൽ പഠിക്കുന്ന ഒരു 4ാം ക്ലാസ്സിൽ 5ാം ക്ലാസ്സിൽ വെച്ചത് ഈ കലാകൗമുദിയും കേരളൗമുദിയൊക്കെ വായിക്കുന്നുണ്ട്. അപ്പോൾ ഒരു ലക്കത്തിൽ സുരേഷ് കുറുപ്പ് SFIയുടെ സംസ്ഥാന സെക്രട്ടറി ആയിരിക്കവേ ആണെന്ന് തോന്നുന്നു
കുറുപ്പ് പാർലമെൻറ്റിലേക്ക് മത്സരിക്കുമ്പോൾ കലാകൗമുദി സുരേഷ് കുറുപ്പിൻ്റെ പടം വെച്ചിട്ട് ഒരു ലക്കം ഇറക്കി. എന്നിട്ട് നിർബന്ധമായും ജയിക്കേണ്ടുന്ന ഒരാളെന്ന് പറഞ്ഞിട്ട്. ഇന്ന് കേരളത്തിലെ ഏതെങ്കിലും SFIയുടെ നേതാവിനെ കുറിച്ച് കലാകൗമുദി വോട്ട് ഏതെങ്കിലും പ്രസിദ്ധീകരണം ഇവരുടെ ചിന്തയ്ക്ക് പോലും അല്ലെങ്കിൽ ദേശാഭിമാനിക്ക് പോലും SFIയുടെ സംസ്ഥാന നേതാവിനെ വെച്ചിട്ട് പാർലമെൻറ്റിലേക്ക് അല്ലെങ്കിൽ നിയമസഭയിലേക്ക് നിർബന്ധമായും ജയിക്കേണ്ടുന്ന ഒരാളെന്ന് അച്ചടിക്കാൻ പാർട്ടി പ്രസിദ്ധീകരണങ്ങൾക്ക് പോലും ധൈര്യം ഉണ്ടാവില്ല. കാരണം അത്രയ്ക്ക് ക്വാളിറ്റി ഇല്ലാത്ത, കരിസ്മയില്ലാത്ത, ജനങ്ങളുടെ അംഗീകാരമില്ലാത്ത നേതാക്കന്മാരെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു SFI. ഇതാണൊരു മാറ്റം. എന്തുകൊണ്ട് ക്വാളിറ്റിയുള്ള നേതാക്കന്മാർ SFIക്ക് ഉണ്ടാവുന്നില്ല? അവർ ഒരു മാതൃകയായ ഒരു പ്രസ്ഥാനമായി SFI മാറുന്നില്ല. അത് ആലോചിക്കേണ്ടതാണ്. ഇതിനെ സംബന്ധിച്ച് സുധാകരൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വന്നിരിക്കുന്ന മനോരമ കൊടുത്തിട്ടുണ്ട്. അത് ഞാൻ ഒന്ന് വായിക്കാം. സുധാകരൻ എന്താ പറയാനുള്ളതെന്ന് വെച്ചാൽ, സുധാകരൻ പറയുന്നത് ഇതാണ്: എൻ്റെ കവിത SFIക്കെതിരെയല്ല, SFIയുടെ പാരമ്പര്യത്തെ മലിനമാക്കാൻ ശ്രമിക്കുന്നവർക്കെതിരെയാണ്. അപ്പോൾ സുധാകരൻ പറയുന്നത് SFI മോശമൊന്നുമില്ല, പക്ഷേ ഇപ്പോഴത്തെ SFIയുടെ പാരമ്പര്യത്തെ കുറേ ആളുകൾ മലിനമാക്കുന്നുണ്ട്. ആർഷോ മുതൽ ഈ ആലപ്പുഴയിലെ ഈ പറഞ്ഞ ആരാണ് അക്ഷയ് വരെയുള്ള ആളുകൾ ആ മലിനപ്പെടുത്തുന്ന ആളുകളാണെന്നാണ് സുധാകരൻ പറഞ്ഞു വെക്കുന്നത്. പ്രത്യയശാസ്ത്ര ബോധമില്ലാത്ത ചിലർ പ്രസ്ഥാനത്തിൽ കടന്നുകൂടി കാണിക്കുന്ന അതിക്രമങ്ങളാണ് ആ കവിതയിലുള്ള കൃത്യമായ കാര്യമാണ്. അതായത് SFI മുന്നോട്ട് വെക്കുന്ന ഒരു പ്രത്യയശാസ്ത്രം എന്താണെന്നറിയാതെ SFIക്കാരനായാൽ പെണ്ണുപിടിക്കാം, കള്ളുകുടിക്കാം, കഞ്ചാവ് കച്ചവടം നടത്താം, കത്തിക്കുത്തു നടത്താം, ആരെയും ഉപദ്രവിക്കാം എന്നു കരുതി SFI ആയി മാറുന്ന ആളുകൾ ഈ സംഘടനയെ ഹൈജാക്ക് ചെയ്തിരിക്കുന്നു. അത്തരക്കാരുടെ സംഘടനയാണ് ഇന്ന് SFI. അതാണ് സുധാകരൻ പറയുന്നത്. പിന്നെ സാമൂഹ്യ മാധ്യമത്തിൽ മർക്കടമുഷ്ടി പോസ്റ്റിട്ട SFI നേതാവിന് സംസ്ഥാന പ്രസിഡന്റാകാൻ പറ്റാത്തതിൻ്റെ അരിശമാണ്. ആ കുറിപ്പ് എൻ്റെ കുറിച്ചാണെന്ന് മാധ്യമങ്ങൾ പറഞ്ഞപ്പോൾ അയാൾ തിരുത്തിയില്ല. SFI ജില്ലാ സെക്രട്ടറിയും സംസ്ഥാന വൈസ് പ്രസിഡന്റുമായ വ്യക്തിയാണ് ഈ പോസ്റ്റ് ഇട്ടത്. ആ പദവിയിൽ ഇരുന്നിട്ടും അയാൾക്ക് SFIയെക്കുറിച്ച് ഒന്നും മനസ്സിലായിട്ടില്ല എന്നാണ് സുധാകരൻ പറയുന്നത്. സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന ആർഷോ മഹാരാജാവിന് മനസ്സിലായിട്ടില്ല, പിന്നാണ് ജില്ലാ സെക്രട്ടറിക്ക്. ഏതായാലും ജി സുധാകരൻ ഒരുപാട് ഹിന്ദു വിരുദ്ധ പരാമർശങ്ങളൊക്കെ നടത്തിയിട്ടുള്ള ആളാണ് മുൻകാലങ്ങളിൽ. അത് ഇപ്പോൾ രാമായണം വായിക്കുന്നുണ്ട്, ഭഗവത്ഗീത വായിക്കുന്നുണ്ട്, നല്ലതാണ്. ആരോ എന്നോട് പറഞ്ഞു കേട്ടു അദ്ദേഹവും ഭാര്യയും കുംഭമേളയിൽ പോയി സ്നാനം കഴിച്ചു എന്നും പറഞ്ഞു കേൾക്കുന്നുണ്ട്. കൃത്യമാണെന്ന് എനിക്കറിയില്ല. അങ്ങനെയൊക്കെ സോഷ്യൽ മീഡിയയിൽ കണ്ടു. ഏതായാലും വയസ്സുകാലത്ത് ചില ആളുകൾ ചില തിരിച്ചറിവ് വരും. പഴയ നിർമ്മാല്യം സിനിമയിൽ വിഗ്രഹത്തിൽ തുപ്പുന്ന കഥാപാത്രം ഉണ്ടല്ലോ, PJ ആൻ്റണിയുടെ, അത് എഴുതിയത് MT വാസുദേവൻ നായരാണ്. MT വാസുദേവൻ നായർ അത്രയും വലിയ ഹിന്ദു വിരുദ്ധതയൊക്കെ പറഞ്ഞു നടന്നിട്ട് അവസാനം വന്നിട്ട് ഭാര്യയും കൂട്ടി അമ്പലത്തിൽ പോയി തൊഴുതിരുന്നു. അതിൻ്റെ ചിത്രങ്ങൾ നമ്മൾ കണ്ടു. അതുപോലെ M മുകുന്ദൻ ഇവിടെ ലിബറലിസം അല്ലെങ്കിൽ ഒരു മലയാളത്തിലെ കാഫ്കയൊക്കെ മുന്നോട്ട് വെക്കുന്ന പോലെയുള്ള ആശയങ്ങൾ മലയാളത്തിൽ മുന്നോട്ട് വെച്ച ഒരു എഴുത്തുകാരനാണ് മുകുന്ദൻ. വലിയ കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു. M മുകുന്ദനും അവസാനം ഭാര്യയോട് അമ്പലത്തിൽ പോകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അങ്ങനെ ഒരു കാലത്ത് വിപ്ലവ വീര്യം പറഞ്ഞ് പലതും നേടിയെടുത്ത ആളുകൾ ഒടുവിൽ അതെല്ലാം വൃഥാവിലാണ് എന്ന് തിരിച്ചറിഞ്ഞില്ല. സച്ചിദാനന്ദൻ പറഞ്ഞിട്ടുണ്ട് അല്ലേ? സാഹിത്യ അക്കാദമിയുടെ പ്രസിഡൻ്റായിരിക്കെ തന്നെ സച്ചിദാനന്ദൻ എളമരം കരീമിനെ പോലെയുള്ള ആളുകളുടെ ഭാഷ എന്ന് പറഞ്ഞ് ആശാവർക്കർമാരെ ചീത്ത പറഞ്ഞതിനെ കുറിച്ചാണ് എന്ന് പറഞ്ഞ് അദ്ദേഹവും വന്നിട്ടുണ്ട്. വയസ്സുകാലത്ത് കുഴിയിലേക്ക് എടുക്കുന്നതിന് മുമ്പ് തെറ്റ് തിരുത്താനുള്ള ബോധ്യം സഖാക്കൾക്ക് വരുന്നത് നല്ലതാണ്. ഇനിയും ഒരുപാട് ആളുകൾ ഇങ്ങനെ വരട്ടെ, തുറന്നു പറയട്ടെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.